തൻ്റേതല്ലാത്ത കാരണത്താൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയായ സ്ത്രീയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതാണ്. അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്നുകൂടി അറിഞ്ഞാലോ സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അത്തരത്തിൽ ഒരവസ്ഥയിലൂടെ കടന്നുപോയ ആൻ ബാലിസ്റ്റ എന്ന 52കാരി ഈ വരുന്ന ഈസ്റ്റർ ദിനത്തിൽ മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇവരുടെ ജീവിതകഥയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഒരു പ്രൊട്ടസ്റ്റന്റ് കുടുംബത്തിൽ ജനിച്ച ബാലിസ്റ്റയുടെ ഭർത്താവിൽ നിന്നും നിരവധി കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായിട്ടും അവൾ അതിനെയെല്ലാം അതിജീവിച്ചു. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ജീവനക്കാരനായ ആനിൻ്റെ ഭർത്താവ് കഴിഞ്ഞ ക്രിസ്തുമസിന് വീട്ടിലെത്തി മടങ്ങിയ ശേഷം പിന്നീട് തിരിച്ചു വന്നില്ല. അന്വേഷിച്ചപ്പോൾ അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു എന്നായിരുന്നു അറിയാൻ സാധിച്ചത്. ഭർത്താവിൽ നിന്നും ആനിന് വേദനകൾ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നിട്ടും അവൾക്ക് ദൈവം നൽകിയ തുണയെ അവൾ വെറുത്തിരുന്നില്ല. ഇത്രയൊക്കെയും സഹിച്ചിട്ടും എന്തിന് ദൈവം തന്നോട് ഇപ്രകാരം ചെയ്തു എന്നൊരു ചിന്ത അവളുടെ മനസ്സിനെ അലട്ടിയിരുന്നു. അങ്ങനെയിരിക്കെയായിരുന്നു യാദൃശികമായി ഒരു ജസ്യൂട്ട് വൈദികനെ ആൻ പരിചയപ്പെടുന്നത്. ഇവരുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയ വൈദികൻ ഒരു ധ്യാനം കൂടുവാൻ നിർദ്ദേശിച്ചു. അവിടെ എത്തിയപ്പോൾ തന്നേക്കാൾ വലിയ മോശം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെ അവിടെ ആൻ കണ്ടുമുട്ടി. തുടർന്ന് പ്രാർത്ഥനകളിലൂടെയും ബൈബിൾ വായനകളിലൂടെയും ആൻ ദൈവസ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. അതിനുശേഷം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം തന്നെ പരിപാലിക്കുന്നു എന്ന തോന്നൽ ആനിൻ്റെ മനസ്സിൽ ഉടലെടുത്തു. തുടർന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ ആകൃഷ്ടയായ ഇവർ അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അങ്ങനെ വളരെ ആഴത്തിലുള്ള ആ പഠനം പരിശുദ്ധ അമ്മയെക്കുറിച്ചും കത്തോലിക്കർ എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയോട് സ്നേഹവും ബഹുമാനവും പുലർത്തുന്നുവെന്നും ആൻ മനസ്സിലാക്കി. ഈ തിരിച്ചറിവുകൾ തൻ്റെ മനസ്സിലുണ്ടായ മുറിവുകളെ ഉണക്കുന്ന മരുന്നാക്കി മാറ്റിയ ആൻ ഈ വരുന്ന ഈസ്റ്റർ ദിനത്തിൽ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.